ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവുകയാണ്. യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് SAV സ്റ്റോറീസ്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇവിടെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് തന്നെ ഗുരുവായൂർ അമ്പല വിസിറ്റ് സ്റ്റോറിയുമായിട്ടാണ്. ഗുരുവായൂർ യാത്ര വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ യാദൃശ്ചികമായിട്ട് നടന്നതുകൊണ്ട് തന്നെ ഭയങ്കരമായ പ്ലാനിങ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കുട്ടിക്കാലത്ത് എപ്പോഴൊക്കെയോ ഗുരുവായൂർ അമ്പലം പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് പലപ്പോഴും പ്ലാൻ ചെയ്തിട്ടും നടക്കാതെ പോയ ഒരു യാത്രയായിരുന്നു ഗുരുവായൂർ അമ്പലം എന്നുള്ളത്. പലപ്പോഴും കുട്ടിക്കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഗുരുവായൂരപ്പൻ വിളിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഗുരുവായൂർ അമ്പല ദർശനം നടത്താൻ സാധിക്കുകയുള്ളൂ എന്ന്. പലപ്പോഴും പലരും പോയിട്ടുണ്ടെങ്കിലും അവർക്ക് ദർശനം കിട്ടാതെ മടങ്ങി വരേണ്ടി വന്ന കഥകളും ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ യാത്ര തുടങ്ങിയത് ബാംഗ്ലൂരിൽ നിന്നുമായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ്സിൽ കയറി അവിടെ നിന്ന് ഷൊർണൂർ ഇറങ്ങുകയും ഷൊർണൂറിൽ നിന്ന് പട്ടാമ്പിയിലേക്കുള്ള ബസ്സിലേക്ക് യാത്ര തിരിക്കുകയും പട്ടാമ്പിയിൽ നിന്ന് ഗുരുവായൂരിലേക്ക് യാത്ര തിരിച്ച് അവിടെ എത്തിച്ചേരുകയും ചെയ്തു. ഗുരുവായൂർ എത്തിയതിന് ശേഷം അവിടെ റൂം അവൈലബിലിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം ഞങ്ങളൊരു ഗുരുവായൂർ ബംഗ്ലാവ് എന്ന സ്ഥാനത്ത് റൂം ബുക്ക് ചെയ്യുകയുണ്ടായി. അവിടെ 2 ബെഡ്റൂമും 2 ബാത്റൂമും അടങ്ങുന്നതായിരുന്നു ഞങ്ങളുടെ റൂം. 4 ഗേൾസ് ആയതുകൊണ്ട് തന്നെ കുളിച്ച് മാറ്റി റെഡിയാവാനുള്ള സ്ഥല സൗകര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു ആ 2 ബെഡ്റൂമുള്ള റൂം ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചതിന് ശേഷം റെഡിയായി പട്ടുപാവാടയൊക്കെ ഉടുത്ത് ഗുരുവായൂർ അമ്പലത്തിലേക്ക് യാത്ര തിരിച്ചു. ഗുരുവായൂർ അമ്പലത്തിലേക്ക് എത്തിച്ചേരുകയും അവിടെ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഫോൺ, ബാഗ്, ചപ്പൽ ഇതൊക്കെ സൂക്ഷിക്കുന്നതിനായി ക്ലോക്ക് റൂം അവിടെ അവൈലബിൾ ആണ്. എല്ലാത്തിനും നിശ്ചിത തുക അവർ അവിടെ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ക്യാഷ് അടച്ചതിന് ശേഷം അവിടെ നിന്നൊരു കാർഡ് കൈപ്പറ്റിയതിന് ശേഷം നമ്മളുടെ തിങ്സ് എല്ലാം അവിടെ സൂക്ഷിക്കാൻ വെക്കാവുന്നതാണ്. സോ വെക്കുന്നതിന് മുന്നേ ഉള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് വീഡിയോസ്, ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്യണമെന്നാണെങ്കിൽ, അതായത് പുറത്ത് ഔട്ട്സൈഡ് മാത്രമേ മൊബൈൽ അലൗഡ് ഉള്ളൂ. സോ ആ ഏരിയകളിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ ഫോട്ടോ, വീഡിയോസ് എടുത്തതിന് ശേഷം ഫോൺ അവിടെ നൽകുക. ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ തീർച്ചയായും നിങ്ങൾ ഫോൺ അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നതാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാം സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് കയറുന്നു. ഉള്ളിൽ പ്രദക്ഷിണം വയ്ക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നട അടഞ്ഞു കിടക്കുകയായിരുന്നു ആ ടൈമിൽ. എല്ലാവരും ശ്രീകോവിലിന് മുന്നിൽ നട തുറക്കുന്നതും കാത്ത് പ്രാർത്ഥനകളോടുമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും ആ കൂട്ടത്തിൽ കുറേ സമയം നിന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് കുറച്ച് സമയം ക്രോസ്ഡ് ലെഗ് പോസിൽ ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ആയിരുന്നു. അപ്പോഴാണ് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചത്, അവിടെ വലിയൊരു ക്യൂ തന്നെ ഉണ്ടായിരുന്നു ദർശനത്തിന് വേണ്ടിയിട്ട്. സോ അത് കണ്ടതും ഞങ്ങൾ ഓരോ നടയിലും ഓടി അവിടെ വലിയൊരു ക്യൂ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ അവസാനം എവിടെയാണ്, തുടക്കം എവിടെയാണ് എന്ന് കാണാനോ മനസ്സിലാക്കാനോ പറ്റാത്ത രീതിയിലായിരുന്നു. പക്ഷേ ഒരുപാട് തവണ അവിടെ പോയി എക്സ്പീരിയൻസ് ഇല്ലാത്തതിൻ്റെ പരിചയക്കുറവ് കാരണമാണ് അത് ഞങ്ങൾക്ക് സംഭവിച്ചത്. അങ്ങനെ അവിടെയുള്ള ക്ഷേത്ര പരിപാലകരടുത്ത് അന്വേഷിക്കുകയും അവർ പറഞ്ഞു, ആ നടയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എൻഡ് കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ എത്തുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കയറാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവിടെ ക്യൂ ക്ലോസ് ചെയ്യും എന്നുള്ളത്. ഞങ്ങൾ അവിടെ നിന്ന് ഓടുകയായിരുന്നു. പക്ഷേ ഈ നന്ദനത്തിലെ ആ മ്യൂസിക്കൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ടായിരുന്നു ഓട്ടം എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഓടി അവസാനം അവിടെ ക്യൂവിലിരിക്കുന്നവരുടെ അവസാന സീറ്റുകളിലായിട്ട് ഇരുത്തമുറപ്പിച്ചു. ഞങ്ങളിരുന്നതും ഒരു 5-6 പേര് കയറിയതും ക്യൂ ക്ലോസ്ഡ് ആയിരുന്നു. ഞങ്ങളുടെ ഭാഗ്യമെന്ന് പറയട്ടെ, ഞങ്ങൾക്ക് ദർശന ഭാഗ്യം ഉണ്ട് എന്നുള്ളതാണ് അത് സൂചിപ്പിച്ചതെന്ന് തോന്നുന്നു. അങ്ങനെ ഒരുപാട് സമയങ്ങൾ ഓരോ വരിയായിട്ട് കുറച്ച് പേരെ അകത്ത് കയറ്റിക്കൊണ്ടിരുന്നു. അങ്ങനെ ഉള്ളിൽ കയറിയതും ദർശനം കിട്ടി. നന്നായിട്ട് തന്നെ ദർശിച്ചു, നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ കണ്ടതും ഒരു റൗണ്ട് എടുക്കുമ്പോഴത്തേക്കും നട അടച്ചിരുന്നു. ദൂരെ നിന്നും വന്ന് ദർശനം കിട്ടിയ സന്തോഷത്തിൽ ഞങ്ങൾ പുറത്തേക്ക് കടന്നതിന് ശേഷം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ്, വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഷോപ്പുകളിൽ പോയി എല്ലാം ഒന്ന് കാണുകയും രസിക്കുകയും ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്ത് ഞാൻ തിരിച്ച് രാത്രി 7 മണിയുടെ KSRTC ബസ്സിൽ തിരിച്ച് ബാംഗ്ലൂർക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സ് തലശ്ശേരിയിലോട്ട് യാത്ര തിരിച്ചു. നല്ല രസമായിരുന്നു ഈ യാത്ര. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, യാദൃശ്ചികമായിട്ട് നടന്ന, യാതൊരു മുൻ പരിചയങ്ങളോ മുൻ ധാരണകളോ അല്ലെങ്കിൽ പ്ലാനുകളോ ഒന്നും തന്നെ ഇല്ലാതെയുള്ള ഒരു ബ്ലൈൻഡ് യാത്രയായിരുന്നു അത്. വളരെ നന്നായിട്ട് തന്നെ അത് അവസാനിച്ചു എന്നതിൽ സന്തോഷമുണ്ട്.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്